ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന വീഡിയോ ആണ് നമ്മുടെ അമ്മയുടെ കല്യാണ സാരിയുടെ വീഡിയോ. അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ 30 വർഷം പഴക്കമുള്ള എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ് ഞാനിപ്പോൾ ഒന്ന് കൊടുത്തു നോക്കാൻ പോകുന്നത്. ഗൈസ് ഇതാണ് കല്യാണ സാരി വന്നിട്ട്. ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാനൊന്ന് ഇതാണ് ഇപ്പോൾ കല്യാണ സാരി. എൻ്റെ ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് സാരിക്ക് മാച്ചായ ബ്ലൗസില്ല. അപ്പോൾ സാരിക്ക് മാച്ചായ ബ്ലൗസിൽ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയാണ് ഈ സാരിക്ക്. പണ്ടത്തെ കല്യാണ സാരിയെല്ലാം നല്ല കട്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല കട്ടിയുണ്ട് ഇത്, ആ ഒരു സിൽക്കും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. മുടിയൊന്ന് കെട്ടിക്കൊടുത്തിട്ടൊന്ന് ഫുൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അമ്മയോട് നമുക്ക് എന്താ ചോദിച്ചു നോക്കാം. അമ്മ ഇത് കണ്ടിട്ട് എന്ത് പറയുന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മേൻ്റെ 30 വർഷം പഴക്കമുള്ള അമ്മയുടെ കല്യാണ സാരി എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അമ്മച്ചി ഒന്ന് പേടിപ്പിച്ചിട്ട് വരാം. അപ്പം നമുക്ക് അങ്ങോട്ട് അമ്മയോട് ചോദിച്ചു നോക്കാം ഇത് അമ്മ കണ്ടിട്ട് എന്താ പറയുന്നു എന്നുള്ളത്. ഇത് ചുമ്മാ പറ. ഞാൻ പറയും ഇത് യൂട്യൂബ് ഇഷ്ടമല്ലെന്ന് പറയും. ഇതൊക്കെ ഞാൻ ഇടും. അപ്പോൾ ഗൈസ് അമ്മച്ചിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടല്ലോ. അപ്പോൾ അമ്മച്ചി ചിരി വന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇതാണ് സാരി. അമ്മയുടെ കല്യാണത്തിന് കൊടുത്തതാണ്ടേ. അപ്പോൾ അമ്മയുടെ കല്യാണത്തിന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനാണ് ഇത് ഉടുക്കുന്നത്. അപ്പോൾ ആ 30 വർഷത്തിന് ശേഷം ഇത് ഞാനാണ് ഇന്ന് ഉടുക്കുന്നത്. ഞാൻ എൻ്റെതായ രീതിക്ക് ഒരു ഇത് കൊടുത്ത് ചെയ്തതന്നേ ഉള്ളൂ. അല്ലാതെ അതുപോലെ റീക്രിയേറ്റ് ചെയ്തതല്ല. ജസ്റ്റ് ഞാൻ എൻ്റെതായ രീതിക്ക് അമ്മയുടെ സാരി കൊടുത്തു. ആ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഇത് ഡെസ്റ്റിനേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത